കേരളത്തിൽ ഹിന്ദുവിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. നമസ്കാരം, ഞാൻ ലക്ഷ്മി കാണത്ത്. യുപിയിൽ നിന്നും അടുത്ത ഒരു മതേതര വാർത്ത വന്നിട്ടുണ്ട്, കാണിച്ചു തരാം. ഹിന്ദുക്കളെ ലക്ഷ്യം വെച്ച് മതപരിവർത്തനം, രോഗം മാറ്റി നൽകാമെന്ന് പ്രലോഭനം, നിർധനരായ കുടുംബങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു. മലയാളി പാസ്റ്ററെ കയ്യോടെ പൊക്കി യോഗിജിയുടെ പോലീസ്. ഇത്തരക്കാർക്ക് ഒരൊറ്റ രോഗമേ ഉള്ളൂ, അത് മാറ്റിക്കൊടുക്കേണ്ടത് ഹിന്ദുക്കളാണ്. ആ രോഗം ഹിന്ദുക്കളെ മതപരിവർത്തനം ചെയ്യുക എന്നുള്ള രോഗമാണ്. അത് മാറ്റേണ്ട ഉത്തരവാദിത്വം ഹിന്ദുവിനാണ്. നിങ്ങൾ ഓടുന്നത് ഹിന്ദു എന്ന മതത്തിന് വേണ്ടിയാണ്. ഹിന്ദു എന്ന മതത്തിൽപ്പെട്ട മനുഷ്യർക്ക് വേണ്ടിയല്ല. ഹിന്ദുവിൽപ്പെട്ട നിർധനരായ കുടുംബങ്ങൾ എന്ന് നിങ്ങൾ പറയാറില്ലേ? ഇവരുടെ ഉന്നമനത്തിന് വേണ്ടി നിങ്ങളുടെ സംഘടനകൾ എന്ത് ചെയ്തു? പുഴുത്ത് നരച്ച് പെരുവഴി ചാവുന്നു ഹിന്ദു എന്ന മതത്തിൽപ്പെട്ടവർ. ഇവരെ സംരക്ഷിക്കുവാൻ നിങ്ങളിൽ എന്ത് സംഘടനയാണുള്ളത്? ഹിന്ദു മതത്തിലെ ദളിതയായ പെൺകുട്ടികൾ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെടുന്നു. അതൊന്നും ചോദിക്കാൻ നിങ്ങളുടെ നാവ് പൊങ്ങില്ലേ? യുപിയിൽ 14കാരിയായ ഒരു ഹിന്ദു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി കൂട്ട ബലാത്സംഗം ചെയ്തുകൊണ്ട് റെയിൽവേ ട്രാക്കിലേക്ക് വലിച്ചെറിഞ്ഞത് കണ്ടില്ലേ നിങ്ങൾ? എന്തേ നിങ്ങളുടെ കണ്ണ് പൊട്ടിപ്പോയോ? എന്തേ നിങ്ങൾ പ്രതികരിക്കാത്തത്? നിങ്ങളുടെ വായിൽ പഴമാണോ? ഹിന്ദു മതത്തിൽ പിറന്നതുകൊണ്ട് മുന്നോക്ക ഹിന്ദു വിഭാഗത്തിൽ നിന്നും ക്രൂരമായ മർദ്ദനം ഏറ്റുവാങ്ങുന്ന ഇവരുടെ രക്ഷയ്ക്ക് വേണ്ടി ശബ്ദിക്കാത്ത നിങ്ങളുടെ നാവ് ഇപ്പോൾ എന്തിന് പുറത്തെടുക്കുന്നു? നിങ്ങൾ യഥാർത്ഥ ഹിന്ദു മതത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ നിർധനരായ കുടുംബങ്ങളെ രക്ഷിക്കുവാൻ, അവർക്ക് വേണ്ടത് എത്തിച്ചു കൊടുക്കുവാൻ, മേൽജാതിക്കാരുടെ ഉപദ്രവം ഇല്ലാതാക്കുവാൻ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങളൊരു വീട്ടിൻ്റെ മുറിയിൽ ഇരുന്നു കൊണ്ട് ഹിന്ദുവിനെ പുകഴ്ത്തിക്കൊണ്ട് ഒരു കാര്യവുമില്ല. കാരണം ഹിന്ദുവിന് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നൽകണം. അല്ലെങ്കിൽ ഹിന്ദുക്കൾ കിട്ടുന്ന വഴിക്ക് പോകും. കാരണം അവർക്ക് ജീവിക്കാൻ വഴിയില്ല. അവർക്ക് മേൽജാതിക്കാരെന്ന് അവകാശപ്പെടുന്നവരുടെ ഉപദ്രവം സഹിക്കാൻ വയ്യ. അവരെ സഹായിക്കാൻ ആര് വരുന്നുവോ അവരുടെ കൂടെ പോകുവാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഈ മതം മാറ്റുന്ന ആൾക്കാർ വെറുതെയൊന്നും പോയി മതം മാറിയാൽ മാറില്ല. കാരണം ഇവർ മൃഗങ്ങളല്ല, മനുഷ്യരാണ്. ചിന്തിക്കാനുള്ള ബുദ്ധിയുണ്ട്. അവർ ചിന്തിക്കുന്നത് എന്താണ്? ഞങ്ങൾക്ക് അനുയോജ്യമായ ഉപദ്രവമില്ലാതെ എന്തെങ്കിലും ഗുണമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാരോ അവരുടെ മതം സ്വീകരിക്കാൻ തയ്യാറാണവർ. സ്വാതന്ത്ര്യമുണ്ട് അവർക്ക്. അപ്പോൾ നിങ്ങൾ ഇവിടെ കിടന്ന് മോങ്ങിയിട്ട് ഒരു കാര്യമില്ല ചേച്ചി. നിങ്ങൾ ചെയ്യേണ്ടത് ഹിന്ദു ആര്, അവനെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് അവൻ എന്താണ് ബുദ്ധിമുട്ട് അത് പരിഹരിക്കൂ ചേച്ചി. അല്ലാതെ ഏതെങ്കിലും പിഞ്ചു കുട്ടികളെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു കഴിഞ്ഞാൽ അവരെ സംരക്ഷിക്കലല്ല നിങ്ങളുടെ പണി. നിങ്ങൾ ചെയ്യേണ്ടത് ന്യായം എവിടെ അവിടെ നിൽക്കൂ. ഓക്കെ.